കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ തണുപ്പത്ത് മഴയും പിടിച്ച് അടിപൊളി ഒരു ഷാർജ ഉണ്ടാക്കിയാലോ. എല്ലാ പ്രാവശ്യം അച്ചായി എനിക്കാണ് കേട്ടോ ഷാർജ ഉണ്ടാക്കി തരാറ്. ഈ പ്രാവശ്യം ഞാൻ അച്ചായിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷാർജ ഉണ്ടാക്കാനായിട്ട് ഞാലിപ്പൂവൻ പഴമാണെങ്കിൽ ഞാനിവിടെ 4 എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത് 5 രൂപയുടെ ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റ്, അല്ലെ ഹോർലിക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഹോർലിക്സ്. ഇവിടെ ഞാനൊരു 3 പാക്കറ്റ് ഹോർലിക്സ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി അതിനുശേഷം പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. പാലെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തോളം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ. ഐസും കട്ട കണക്കിരിക്കുകയാണ് നമ്മുടെ പാല്. ഭയങ്കര പാടാണ് കേട്ടോ ഒന്ന് ഇടിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഇടികല്ലിൻ്റെ ഇത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക ബൂസ്റ്റ്, പഴം ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇട്ട് അടിച്ചെടുത്താണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അതിനകത്തേക്കാണ് ഞാൻ രണ്ടാമത് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന പാലും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് അടിച്ചെടുത്തപ്പോഴത്തേക്ക് കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം തണുപ്പാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ മതി. ഒരു മഞ്ഞുമലയൊക്കെ ഉരുകിയതുപോലെ അല്ലേ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമുക്ക് അമ്മയ്ക്കും അച്ചായിക്കും കൊണ്ട് കൊടുക്കാം. അപ്പോൾ 2 കുപ്പി ഗ്ലാസ് എടുത്തതിനകത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നല്ല തണുത്ത് വിറച്ചിരിക്കുന്ന നമ്മുടെ ഷാർജേനതേ ഗ്ലാസ്സിലേക്ക് നല്ല തണുപ്പോടുകൂടി ഞാൻ 1/2 ഗ്ലാസ് വീതം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഈ 1/2 ഗ്ലാസ് വീതം ഒഴിച്ച് നിർത്തിയിട്ട് കുറച്ചും കൂടി ബൂസ്റ്റും കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഈ ഒരു പ്രക്രിയ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ കേട്ടോ. ഇനി ഇതിൻ്റെ മീതേക്ക് വീണ്ടും ഷാർജ ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചപ്പം അല്പം തുളുമ്പിപ്പോയി, കുഴപ്പമില്ല. അപ്പം നമുക്ക് കുടിക്കാനുള്ളതല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ബൂസ്റ്റ് വിട്ട് ഇനി വീണ്ടും ഒരു അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഒന്ന് ഇത്രയൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി നമുക്ക് എന്താ പറയുക ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിയും രുചിയുണ്ട് ഇതിന് ഞാൻ കുടിച്ച് നോക്കിയിട്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ഷാർജ അച്ചായിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചായി കുടിക്കട്ടെ, അഭിപ്രായം പറയട്ടെ. അപ്പോൾ കൂട്ടുകാരെ ഞാൻ അച്ചായിക്ക് കൊടുത്തിട്ടുണ്ട്. അച്ചായി ഷാർജ കുടിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ ഈ ഷാർജ കുടിക്കുന്ന ചൂട് സമയത്താണോ? പിന്നെ അപ്പൊ പുറത്തോട്ട് കാണണം. ഷാർജ ഒരാൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം എപ്പോഴാണോ നിങ്ങൾ കണ്ടോ? നല്ല അടിപൊളിയായിട്ടിവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചായി ഷാർജ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മഴ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.